തവാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ധാരാളമായി ചുറ്റി നടക്കുന്നവരാണ്. അലൈക്കും നിങ്ങളിൽ കൂടി വീടകത്ത് ചുറ്റിക്കറങ്ങുന്നവരല്ലേ ഈ അടിമകളും അതുപോലെ തന്നെ അവിടെയുള്ള മക്കളും ഒക്കെ. അവർക്ക് എപ്പോഴും ഇങ്ങനെ അനുവാദം ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. ബഅ്ളുക്കും അലാ ബഅ്ളിൻ, ബഅ്ളുക്കും അലാ ബഅ്ളിൻ, അതായത് നിങ്ങളിൽ ചിലരിൽ കൂടി എന്താണ്? തവാഫൂന അലൈക്കും ബഅ്ളുക്കും അലാ ബഅ്ളിൻ, നിങ്ങളിൽ ചിലരിൽ കൂടി ചുറ്റിപ്പറ്റി നടക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഈ 3 അവസരമാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴും അങ്ങനെ ഒരു നിയമം വെച്ചാൽ അത് പ്രായോഗികമാക്കാൻ കഴിയുകയില്ലല്ലോ. അത് സാധ്യതകളുള്ള നേരങ്ങളൊക്കെ ഓരോരുത്തർക്കും മനസ്സിലാവുകയും ചെയ്യും. അത്തരം ഘട്ടങ്ങളിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യുക. എന്നാൽ പ്രധാനമായി ഇവിടെ ഏറ്റവും സാധ്യതയുള്ള 3 നേരം എടുത്തു പറയുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. കദാലിക പ്രകാരം യുബയ്യിനുല്ലാഹ് അല്ലാഹു വിവരിച്ചു തരുന്നു. ഇപ്രകാരം അല്ലാഹു വിവരിച്ചു തരികയാണ്. ലക്കും നിങ്ങൾക്ക് അൽ ആയാത്തി ലക്ഷ്യങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. എന്തിന്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അറിയുന്നവനാണ്. എല്ലാത്തിനും വളരെ കൃത്യമായി ഓരോന്നിലും അടങ്ങിയിട്ടുള്ള അറിവിൻ്റെ ആഴത്തിലുള്ള അറിവ്, അതാണ് അഗാധമായ ജ്ഞാനമുള്ളവനുമാകുന്നു. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നു, വൈദാ ബലഗൽ അത്ഫാലു, കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ. വൈദാ ബലഗൽ അത്ഫാലു, തിഫ്ലിന്റെ ബഹുവചനാണ് അത്ഫാൽ. കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ, മിൻകും നിങ്ങളിൽ നിന്ന്, അൽ ഹുലുമ അവര് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, ഫൽയസ്തഅ്ദിനൂ അവര് സമ്മതം ചോദിക്കട്ടെ. അപ്പോൾ അവർ സമ്മതം ചോദിക്കട്ടെ. കമസ്തഅ്ദന സമ്മതം ചോദിച്ചതുപോലെ, അല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ളവരെ സമ്മതം ചോദിച്ചതുപോലെ. ഇനി കുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ അവരും സമ്മതം ചോദിക്കട്ടെ. കദാലിക പ്രകാരം യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി. കണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അല്ലാഹ് അങ്ങനെ പറയുന്നുണ്ടത്. കദാലിക പ്രകാരം യുബയ്യിനുല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ആയാതിഹി അവന്റെ ലക്ഷ്യങ്ങളെ. വല്ലാഹു അലീമുൻ ഹകീം അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഹക്കീം അഗാധമായ അറിവുള്ളവനാണവൻ. കണ്ടോ, രണ്ട് സ്ഥലത്തും പറയുന്നത് എന്താ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്. ഇവിടെ എന്തേ വ്യത്യാസമുള്ളൂ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. അവിടെയും പറഞ്ഞു, ഇവിടെയും തന്നെ ആവർത്തിച്ചു, വല്ലാഹു അലീമുൻ ഹകീം. ഇതിലൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി അള്ളാഹുവിന് നല്ല അഗാധമായ അറിവുണ്ട്, അഗാധമായ ജ്ഞാനം അവനുണ്ട് എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഒരു മനുഷ്യനോട് അവൻ്റെതായ ഔറത്തിനെ അവൻ വെളിവാക്കാതെ അന്യരുടെ മുമ്പിൽ അത് പ്രകടമാവാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ അടയാളം, അതല്ലെങ്കിൽ അതിൻ്റെ തെളിവാണിത്. സ്വന്തം വീട്ടിലുള്ള ആളുകളാണെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള മെമ്പർമാരുടെ മുമ്പിലും നമ്മുടേതായ ഔറത്ത് വെളിവാകാൻ പാടില്ല. എൻ്റെ മക്കളല്ലേ, അല്ലെങ്കിൽ എൻ്റെ ബന്ധപ്പെട്ടവരല്ലേ എന്ന നിലക്ക് അങ്ങനെ വെളിവാക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിരും പരിധിയുമില്ലാത്തത് അവരുടെ ഇണകളുടെ മുമ്പിൽ മാത്രമാണ്. അതല്ലാത്ത എല്ലാവരുടെ മുമ്പിലും അവർ പാലിക്കേണ്ടുന്ന മര്യാദകൾ സൂറത്തു നൂറിൽ തന്നെ നമ്മൾ ആരുടെയൊക്കെ മുമ്പിൽ എത്രയൊക്കെ അളവിൽ പ്രദർശിപ്പിക്കാം, അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഒഴിവാക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിൽ അവർ ഹിജാബ് അണിയണം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അലങ്കാര പ്രകടനം എത്രത്തോളം ആവാം എന്നതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പുറമെയാണ് ഈ പറയുന്നത്. വീടകങ്ങളുടെ ഉള്ളിൽ ആ വീട്ടിൽ പല ആളുകളും ഉണ്ടാകുമല്ലോ. പല ആളുകൾ എന്ന് പറഞ്ഞാൽ അന്യരായ ആളുകൾ എന്ന് പറയുന്ന അടിമകൾ ഉണ്ടാകും.
വേലക്കാരുണ്ടാകും, അതേപോലെ തന്നെ വീട്ടിൽ തന്നെയുള്ള കുട്ടികളുണ്ടാകും. കുഞ്ഞുമക്കൾ ഒഴികെയുള്ള ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു വിവേകപ്രായം എത്തുന്ന 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത്തരത്തിലുള്ള ആളുകളുടെ മുമ്പിലൊന്നും ഒരു മുട്ടുപൊക്കിളിൻ്റെ ഇടയ്ക്കുള്ള ഭാഗം ഒരു കാരണവശാലും വെളിവാക്കാൻ പാടില്ല. മനുഷ്യർ അവർ പാലിക്കേണ്ടുന്ന മര്യാദകളായിക്കൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും കൂടിക്കലർന്ന് പരസ്പരം ഇടപെട്ടൊക്കെ കഴിയുന്ന ആളുകൾ പോലും എന്ത് ചെയ്യണം? ഈ വിധത്തിലുള്ള നിയമങ്ങൾ പാലിക്കണം എന്നാണ്. അങ്ങനെ 3 സമയങ്ങളാണ് പറഞ്ഞത്. ഫജറിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം, ഫജറിന് എഴുന്നേൽക്കുന്ന ആ ഒരു സമയമാണ് എന്ന് പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ഡിസോർഡറായി കിടക്കുകയായിരിക്കും. അതുപോലെ ഉച്ചവേളകളിൽ, വിശ്രമാവസരങ്ങളിൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവർ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെക്കുന്ന, അഥവാ സാധാരണഗതിയിൽ അവർ പുറമേക്ക് ധരിക്കുന്ന ആ നിലക്കുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിവെക്കുന്ന ആ സമയം, അതുപോലെ തന്നെ ഇശാഇന്റെ ശേഷം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ആ വേളയിലും, അങ്ങനെയുള്ള സലാസു ഔറാത്തിലൊക്കെ നിങ്ങൾക്ക് 3 ഗോപ്യസ്ഥാനങ്ങളുണ്ട്. മറ്റുള്ളവരെ അറിയരുത്, കാണരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ആ സമയങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ സമയങ്ങൾ അതിനോട് ചേർത്താണ് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകമായ 3 അവസരങ്ങളുണ്ട്. അതുകൊണ്ട് ആ അവസരങ്ങളിൽ നിങ്ങളോട് ഇവരൊക്കെ എന്ത് ചെയ്യണം? പെർമിഷൻ ചോദിച്ചിട്ടേ അകത്ത് കിടക്കാവൂ, അല്ലെങ്കിൽ കുറ്റമാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം എന്താ? അടുത്ത ആയത്തിൽ പറയുന്നത് എന്താ? അതല്ലാത്ത അവസരങ്ങളിൽ നിങ്ങൾക്കോ അവർക്കോ കുറ്റല്ല. അപ്പൊ ഇവിടെ അതല്ലെങ്കിൽ കുറ്റുണ്ട്, നിങ്ങൾക്കും കുറ്റുണ്ട് അവർക്കും കുറ്റുണ്ട് എന്നല്ലേ ഇപ്പം അതിന്ന് വരിക. അപ്പൊ അതിലൊരു പോയിന്റ് എന്താണ്? വിശ്വാസികളുടെ കടമയാണ് അവരുടെ കീഴിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ശർഈയായ വിജ്ഞാനം അവർ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഈ ആയത്ത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. കാരണം കൽപ്പന വിശ്വാസികളോടാണ് കൽപ്പിക്കുന്നത്. ആ വിശ്വാസികളോടുള്ള കൽപ്പന അവരുടെ കീഴിലുള്ള ആളുകൾ അത് പാലിക്കണമെങ്കിൽ വീടിൻ്റെ ഉത്തരവാദപ്പെട്ട കുടുംബനാഥന്മാര്, ആരാണോ അവിടെയുള്ളതെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ കീഴിലുള്ള മക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തണം. എങ്കിലേ ആ മക്കൾ അത് പാലിക്കുകയുള്ളൂ. അവർക്ക് ആ ശർഈയായ അറിവ് പകർന്നു കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശർഈയായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കൽ രക്ഷിതാക്കളുടെ കടമയാണ്. അവർക്ക് ഇൽമ പകർന്നു കൊടുക്കണം, അദബ് പഠിപ്പിക്കണം. അത് അവരുടെ കടമയാണ്. അല്ലെങ്കിൽ അവരും കുറ്റക്കാരാകും. അപ്പം ഇവിടെ പറയുന്നു, നിങ്ങളും കുറ്റക്കാരാവില്ല, അവരും കുറ്റക്കാരാവില്ല. അതിൻ്റെ ശേഷം ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പുറമെ അല്ലാത്ത അവസരങ്ങളിൽ ഇനി അങ്ങനെ വല്ലതും അവിചാരിതമായിട്ട് അങ്ങനെ പ്രവേശിക്കേണ്ടി വന്നാൽ, അങ്ങനെ അനുവാദം ചോദിക്കാതെ കൊണ്ട് അവർ കുറ്റക്കാരാവില്ല. കാരണം ഈ 3 അവസരങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന അവസരം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞതെന്താണ്? തവാഫൂന അലൈക്കും ബഅദുക്കും അലാ ബഅദ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരല്ലേ, അവർക്ക് അത്രയ്ക്കല്ലേ കഴിയുള്ളൂ. അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ഈ വിധത്തിൽ അങ്ങനെ ഇളവുകൾ അല്ലാഹു തആല വെച്ച് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, പൂച്ച, ഇപ്പം നായ തലയിട്ടത് നമുക്ക് കഴിക്കാൻ പറ്റൂല, അത് നജസാണ്. അത് കഴുകാനും പ്രത്യേകമായി 7 വട്ടം കഴുകണം. അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടൊക്കെ ആയിരിക്കണം അത് ശുദ്ധീകരണം എന്നുണ്ടെങ്കിൽ. വൃത്തിയാക്കൽ നിർബന്ധമായിട്ടുള്ള നജസാണത്. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയുണ്ടായി, വീടുകളിൽ എപ്പോഴും ഇങ്ങനെ വീടകങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കൊണ്ടിരിക്കുന്ന പൂച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് താഹിറാണെന്നാണ് പറഞ്ഞത്, അത് ശുദ്ധിയുള്ളതാണ്, അതിൻ്റെ ഉമിനീര് അങ്ങനെ നജസല്ല. ആ നിലക്കത് പാത്രത്തിൽ ഇതായിട്ട് ഈ രൂപത്തിലുള്ളൊരു നജസിനോട് പാലിക്കുന്ന ഇതൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല. അത് നമ്മളോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ഇണക്കമുള്ള ഒരു ജീവിയാണത്. അപ്പോൾ അവിടെ പ്രയോഗിച്ചതാണ്, നിങ്ങളോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണത്. അതാണിത് പറയാൻ കാരണം. ഇവിടെ ഈ ആളുകളെക്കുറിച്ചും പറഞ്ഞതെന്താണ്? തവാഫൂന അലൈക്കും ബഅദുക്കും അലാ ബഅദിൻ. നിങ്ങളിൽ ചിലരുടെ മേലായിക്കൊണ്ടിങ്ങനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് അവിടെ. അതുകൊണ്ടാണ് ഈ 3 സമയം പറഞ്ഞത്. അല്ലാത്ത അവസരങ്ങളിൽ അങ്ങനെ എപ്പോഴും എല്ലാ സമയത്തും നിയമം വെച്ച് കഴിഞ്ഞാൽ അത് പ്രായോഗികതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അള്ളാഹു നിങ്ങൾക്ക് ഇപ്രകാരം ആയത്തുകളൊക്കെ വിവരിച്ചു തരാണ്. വാക്ക് വളരെ കൃത്യമായി അറിവുണ്ട്.